പിന്നെ നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം കേട്ടോ. 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ സവാള, 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അത് മൂത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി, സവാള, പിന്നെ ഈ വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇതിൻ്റെ ഈ തക്കാളിയുടെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ വെച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ്. നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നെയ്റോസ്റ്റൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന അതേ സെയിം ചട്നിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചട്നിയാണ്.